ശക്തമായ വേനൽ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അഗ്നിബാധയ്ക്കെതിരെ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ അഭ്യർത്ഥിച്ചു. കാടിനും മാലിന്യങ്ങൾക്കുമെല്ലാം തീയിടുമ്പോൾ പരിസര പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയേറെയാണ്. കത്തിച്ച ബീഡിയും സിഗരറ്റുമെല്ലാം അശ്രദ്ധമായി വലിച്ചെറിയുന്നതും ഒഴിവാക്കണം. കോതമംഗലത്തും പരിസരങ്ങളിലും മനുഷ്യരുടെ അശ്രദ്ധ മൂലം നിരവധി തീപിടുത്തങ്ങളാണ് അടുത്ത നാളുകളിലുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഫയർഫോഴ്സ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. കൃഷിയിടങ്ങളിലും മറ്റും മാലിന്യവും കാടുമെല്ലാം അഗ്നിക്കിരയാക്കുന്നത് പതിവാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പരിസരങ്ങളിലേക്ക് തീ വ്യാപിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ഇത് അഗ്നിബാധയായി മാറുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്യും. ബീഡിയും സിഗരറ്റും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കത്തിച്ച ശേഷം വഴിയോരത്തോ പറമ്പുകളിലോ വലിച്ചെറിയുന്നതും അപകടമുണ്ടാക്കും. എല്ലാവരും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ വലിയ കാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് ഫയർ ലൈൻ തിരിച്ച് ഇടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വലിയ തീപിടുത്തം. ഇത് വലിയ താഴത്തേക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ വീടുകളിലേക്കൊക്കെ തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാവരും ഇപ്പോൾ ഈ വെള്ളത്തിനൊക്കെ ക്ഷാമമുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ തീയിടുമ്പോൾ തീയിട്ട ആളെ നമുക്ക് കാണാനില്ല. ആരോ ഒരു തീയിട്ട സംഭവമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ജനങ്ങൾ മുൻകരുതൽ എടുക്കണം. ഈ 12 മണി 3 മണി സമയത്ത് ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയും അതുപോലെ തന്നെ തീപിടുത്തം അനാവശ്യമായിട്ട് തീ ഇടാതിരിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സിഗരറ്റ് കുറ്റി അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകും. അത് ജനങ്ങൾക്ക് വളരെ രീതിയിലുള്ള നഷ്ടങ്ങൾ വരുത്തും. കഴിഞ്ഞ ദിവസം ചെമ്മീൻകുത്ത് കനാൽ ബണ്ടിലും അഗ്നിബാധയുണ്ടായിരുന്നു. പുൽപടർപ്പിലാണ് തീ പടർന്നത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. KSEBയുടെ ട്രാൻസ്ഫോമറിനോട് ചേർന്നായിരുന്നു തീപിടുത്തം. ട്രാൻസ്ഫോമറിൽ തീ പിടിക്കാതിരുന്നതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. ഇന്ന് ഉച്ചയ്ക്ക് 2:50 കൂടിയാണ് പിണ്ടിമന പഞ്ചായത്ത് വാർഡ് 4 ചെമ്മീൻകുത്ത് എന്ന സ്ഥലത്ത് ഒരു തീപിടുത്തം ഉണ്ടായത്. അത് ആരോ തീ കത്തിച്ചതാണ്. അവിടെ നിന്ന് പടർന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് വരികയും ട്രാൻസ്ഫോമറിന് തീ പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ചൂട് കൂടി വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഈ തീ ഇടുന്ന ആൾക്കാർ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാണ് ഇപ്പോൾ ഈ സമയത്ത് തീ പിടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.